ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ജഗദംബികായേ നമ. 41 അധ്യായത്തിൽ ശുക്രന്റെ ബ്രഹ്മലോക ഗമനം. ബ്രഹ്മലോകത്തേക്ക് ഈ ശുക്രമഹർഷി പോയത്, അതാണ് ഇതിൽ വർണ്ണിക്കുന്നത്. ദേവേന്ദ്രൻ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ദേവന്മാരോടുകൂടി തൻ്റെ ഗുരുവിനെയും കൂടെ കൂട്ടി ബ്രഹ്മാവിന്റെ സഭയിലേക്ക് പുറപ്പെട്ടു. ബ്രഹ്മാവിനെ കണ്ട ഉടനെ എല്ലാവരും നമസ്കരിച്ച് നടന്ന വൃത്താന്തങ്ങളൊക്കെ അറിയിച്ചു. അവരുടെ വർത്തമാനങ്ങൾ കേട്ടപ്പോൾ ബ്രഹ്മാവ് ദേവേന്ദ്രനോട് എന്ത് പറഞ്ഞു? വത്സ, നീ എൻ്റെ പ്രപൗത്രനും ബൃഹസ്പതിയുടെ ശിഷ്യനും ദേവന്മാരുടെ നായകനുമാണ് അല്ലേ? ദക്ഷപ്രജാപതി നിന്റെ മാതാമഹനും വിഷ്ണുഭക്തനുമാണ് അദ്ദേഹം. ഇത്രമാത്രം കുലമഹിമയുള്ള നീ ഗർവിഷ്ഠനായെന്നോ? അതെങ്ങനെ സാധിച്ചു? അമ്മയാണെങ്കിൽ വളരെയധികം സാധ്വിയാണ്, എൻ്റെ അച്ഛനാണെങ്കിൽ ജിതേന്ദ്രനുമാണ്. എന്നിട്ട് നീ എന്തിങ്ങനെ ഗുരുത്വദോഷം കാട്ടിക്കൊണ്ട് നടക്കുന്നത്? അത് അത്ഭുതം തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ അധിപൻ ഞാനും, ജ്ഞാനം ശങ്കരനും, പ്രാണങ്ങൾ വിഷ്ണുവുമാണ്. ബുദ്ധിയാണെങ്കിലോ മൂലപ്രകൃതിയായ ദുർഗയാണ്. നിദ്രാദികളായ ശക്തികൾ പ്രകൃതിയുടെ കലാംശങ്ങളുമാകുന്നു. ആത്മാവിന്റെ പ്രതിബിംബമാണ് കേട്ടോ ജീവൻ. ആ ജീവനാണ് സുഖഭോഗാദികൾ അനുഭവിക്കുന്നത്. സർവാത്മാവായ ഭഗവാൻ സർവശരീരങ്ങളിലും വസിക്കുന്നുണ്ട്. ആ ഭഗവാൻ എപ്പോൾ ആ ശരീരത്തിന് വേർപെടുന്നുവോ അപ്പോൾ അവൻ ശവമാകുന്നു. ശിവം പോയ ശവം. ആരുടെ അംശം കൊണ്ടാണോ ശേഷനും ധർമ്മനും വിരാട് പുരുഷനും നിങ്ങളൊക്കെയും ഉണ്ടായത്, ആ പരമാത്മാവിന്റെ പുണ്യപുഷ്പത്തെയാണ് നീ നിന്ദിച്ചത്. മഹാദേവൻ വിഷ്ണുപാദത്തിൽ സമർപ്പിച്ച പാരിജാത കുസുമമാണ് ദുർവാസാവ് നിനക്ക് തന്നത്. നിന്റെ ഭാഗ്യദോഷം കൊണ്ട് നീ അതിന് വില കൽപ്പിച്ചില്ല. ഭഗവാന്റെ കാൽത്തള്ളിരിണയിൽ വീണ ആ പുഷ്പമുണ്ടല്ലോ, അത് മൗലിയിൽ ചൂടുന്നവൻ സർവരാലും പൂജ്യനായി വരും. നീ ആ പുഷ്പത്തെ നിന്ദിക്കുക കാരണം ശ്രീയിൽ നിന്നിൽ നിന്ന് അകന്നു പോയില്ലേ? ഇന്ദ്ര, ഇനി നമുക്ക് എല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിലേക്ക് പോകാം. ഭഗവാനെ മഹാവിഷ്ണുവിനെ സേവിച്ചാൽ നിനക്ക് ശ്രീ തിരിച്ചു കിട്ടും, എൻ്റെ അനുഗ്രഹവും ഉണ്ടാകും എന്നാര് പറഞ്ഞു? ബ്രഹ്മാവ് പറഞ്ഞു. എല്ലാവരും കൂടി വൈകുണ്ഠത്തിലെത്തി. അതാണ് അവസാന വാക്ക്. അവിടെ എത്തിയാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടാവും. പരമാത്മാവായ ഭഗവാൻ വിഷ്ണുവിനെ കണ്ട് നമസ്കരിച്ചു. മധ്യാഹ്ന സൂര്യനെ പോലെ ജ്വലിക്കുന്ന ശ്രീനാഥൻ വേദങ്ങള്, വാണീദേവി, ഗംഗ തുടങ്ങിയവരുടെയും 4 പാർഷദന്മാരുടെ നടുവിൽ പൂർണ്ണചന്ദ്രനെ പോലെ വിരാജിക്കുന്നു. ഭഗവാനെ ഭക്തിപൂർവ്വം സ്തുതിച്ച ശേഷം വിധി, അതായത് ബ്രഹ്മാവ് എല്ലാ കാര്യങ്ങളും ഭഗവാനെ അറിയിച്ചു. എന്നിട്ടോ ദേവന്മാരെയും ദേവേന്ദ്രനെയും ശ്രീവിഹീനനായി കണ്ട് രമാപതിയും ഭീതി വിഭഞ്ജനനുമായ ഭഗവാൻ വിഷ്ണു അരുളി ചെയ്തു. സുരന്മാരെ, ഖേദിക്കണ്ടാട്ടോ, നിങ്ങളുടെ ഐശ്വര്യത്തെ ഞാൻ തിരിച്ചു തന്നിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞ വാക്കല്ലേ, ഞാൻ ഭക്തപരാധീനനല്ലേ. എൻ്റെ ഭക്തന്മാരെ നിഷേധിക്കുന്ന സ്ഥലത്ത് ഞാനും ലക്ഷ്മിയും വസിക്കില്ല. ശങ്കരാംശജനായ ദുർവാസാവ് വൈഷ്ണവനും എൻ്റെ ഭക്തനുമാണ്. അദ്ദേഹത്തിന്റെ ശാപം ഉണ്ടായപ്പോൾ ഞാനും ലക്ഷ്മിയും നിങ്ങളെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നു. അത്രയേ ഉള്ളൂ. ബ്രാഹ്മണർക്ക് അന്നദാനം നൽകാത്ത സ്ഥലത്തും ശംഖധ്വനിയും ശിവപൂജയും തുളസിയും ഇല്ലാത്തിടത്തും ലക്ഷ്മി വസിക്കയില്ല. എൻ്റെ ഭക്തരെ നിന്ദിക്കുന്ന സ്ഥലത്തും എൻ്റെ ജന്മനാളിലും ഹരിവാസരത്തിലും വ്രതമെടുക്കാത്തവരുടെ ഗൃഹത്തിലും ഞാനും വസിക്കുകയില്ല. നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥലത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവുകയുമില്ല. ഉപവാസം, വ്രതം, സന്ധ്യാവന്ദനം തുടങ്ങിയതൊന്നുമില്ലാത്ത ഗൃഹങ്ങളിൽ രമ വസിക്കുകയില്ല. അതുറപ്പ് തന്നെയാണ്. സർവമംഗളയല്ലേ മഹാലക്ഷ്മി. ആ ലക്ഷ്മി ഹരിനാമകീർത്തനം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയില്ല. കൃഷ്ണനെയോ കൃഷ്ണഭക്തന്മാരെയോ പ്രകീർത്തിക്കുന്ന സ്ഥലത്ത് രമ വിട്ടുമാറില്ല. അത് നാരായണീയത്തിൽ പറയുന്നില്ലേ? ലക്ഷ്മി സ്ഥാവകരാമണീയക ഹൃദൈവേയം പരേഷ്വസ്തിരേത്യസ്മിന്നന്യതപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപതേ യേ ത്വധ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാസ്ത്വേഷേഷാ വസതി സ്ഥിരൈവ ദൈതപ്രസ്താവദത്താദരാ എന്ന് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ വളരെ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ടല്ലോ. ദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞ ശേഷം ഭഗവാൻ രമയോട് പറഞ്ഞു, രമേ, എൻ്റെ അംശം കൊണ്ട് നീ ക്ഷീരാബ്ധിയിൽ പോയി ജനിക്കണം.
അതിനുശേഷം എന്ത് വേണമെന്നോ ബ്രഹ്മാവ് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ബ്രഹ്മാവിനോടായി പറഞ്ഞു, വിധേ, പാൽക്കടൽ മഥനം ചെയ്ത് ലക്ഷ്മി ദേവി ദേവന്മാർക്ക് നൽകുക. ഇത്രയും പറഞ്ഞ് മാധവൻ അന്തഃപുരത്തിലേക്ക് പോവുകയും ചെയ്തു. പിന്നെല്ല ദേവന്മാർ അധികം താമസിയാതെ ക്ഷീരാബ്ധി തീരത്തെത്തി. മന്ദരപർവ്വതത്തെ കടകോലാക്കിയും കൂർമ്മത്തെ ആധാരമാക്കിയും ശേഷഭഗവാനെ കയറാക്കിയും ദേവാസുരന്മാർ പാലാഴിയെ കടഞ്ഞു. ഉച്ചൈശ്രവസ്, ഐരാവതം, വിശിഷ്ടരത്നങ്ങൾ, ധന്വന്തരി, സുധ തുടങ്ങിയവയും പിന്നീട് മഹാലക്ഷ്മിയും പാലാഴിയിൽ നിന്നുദ്ഭവിച്ചു. ആ ദേവി വരണമാലയെടുത്ത് പാലാഴിയിൽ പള്ളി കൊള്ളുന്ന വിഷ്ണുവിന്റെ കഴുത്തിൽ അർപ്പിച്ചു. ബ്രഹ്മാദികളാൽ സ്തുതിക്കപ്പെട്ട ലക്ഷ്മി തന്റെ കടാക്ഷം കൊണ്ട് സ്വർഗത്തിനും സ്വർഗവാസികൾക്കും ശാപമോക്ഷം നൽകി. മഹാലക്ഷ്മി പ്രസാദത്താലും വരദാനത്താലും ദാനവന്മാർ കൈയടക്കി വെച്ച സ്വർഗം ദേവന്മാർക്ക് തിരിച്ചു കെട്ടി. അങ്ങനെ മഹാലക്ഷ്മി ഉപാഖ്യാനം എന്ന 41 അധ്യായം നമ്മൾ ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. ഇനി മഹാലക്ഷ്മിന്റെ അർച്ചന, എങ്ങനെ ദേവീനെ പൂജിക്കണം എന്നുള്ള ഭാഗമാണ് വർണ്ണിക്കുന്നത്. അപ്പൊ ശ്രീനാരദ മഹർഷി പറയാൻ തുടങ്ങി, ചോദിക്കാൻ തുടങ്ങി. അല്ലയോ മഹാശയ, നാരായണ മഹർഷിയെ, ഹരികീർത്തനവും ശ്രേഷ്ഠമായ ജ്ഞാനവും ലക്ഷ്മി ദേവിയുടെ ഉത്തമ ചരിതവും അങ്ങയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. ഇനി ആ ദേവിയുടെ ധ്യാന സ്തോത്രങ്ങൾ കൂടി പറഞ്ഞു തന്നാലും. അപ്പൊ ദേവേന്ദ്രൻ ക്ഷീരാബ്ധിയിൽ സ്നാനം ചെയ്ത് ശുഭ്രവസ്ത്രവും ധരിച്ച് പാലാഴിയിൽ ഘടം വെച്ച് ഗണപതി, സൂര്യൻ, അഗ്നി, വിഷ്ണു, ശിവൻ, ഭുവനേശ്വരി തുടങ്ങിയവരെ യഥാവിധി പൂജിച്ചും മഹാലക്ഷ്മിയെ ഘടത്തിൽ ആവാഹിച്ച് ഇന്ദ്രനും ബ്രഹ്മാവും ബൃഹസ്പതിയും പൂജിച്ചു. മറ്റ് ദേവന്മാരുടെ സാന്നിധ്യത്തിൽ ഷോഡശോപചാരപൂർവ്വം പൂജ ആരംഭിച്ചു. ദേവേന്ദ്രൻ പാരിജാത കുസുമങ്ങളെടുത്ത് ചന്ദന നീരിൽ മുക്കി മഹാലക്ഷ്മിയെ ഭക്തിപൂർവ്വം പൂജിച്ചു. പണ്ട് ശ്രീഹരി സാമവേദത്തിൽ പറഞ്ഞ ധ്യാനം ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാട്ടോ. സഹസ്രദള പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ശരൽക്കാലത്തിലെ പൂർണ്ണചന്ദ്രന്റെ പ്രഭ തൂകുന്നവളും സ്വർണ്ണ നിറമുള്ള മഞ്ഞപ്പട്ടും മുടുത്ത് സർവാഭരണ വിഭൂഷിതയുമായ മഹാലക്ഷ്മിയെ ഞാൻ ധ്യാനിക്കുന്നു. ദേവേന്ദ്രൻ മന്ത്രപൂർവ്വം ഓരോ ഉപചാരങ്ങൾ ദേവിക്ക് സമർപ്പിക്കാൻ ആരംഭിച്ചു. വിശിഷ്ടമായ രത്നങ്ങൾ കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച രത്നസിംഹാസനം ഞാനിതാ സമർപ്പിക്കുന്നു. ദേവി സ്വീകരിച്ചാലും. ശുദ്ധമായ ഗംഗാജലം ഇതാ സമർപ്പിക്കുന്നു, സ്വീകരിച്ചാലും. അമ്മേ, പൂവും കറുകയും ചന്ദനവും ചേർത്ത ജലം സ്വീകരിച്ചാലും. ശംഖ് കൊണ്ട് അർഘ്യം നൽകുന്നു. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പുഷ്പതൈലവും നെല്ലിക്കാപ്പൊടിയും ഇതാ സമർപ്പിക്കുന്നു. പത്മജേ, ഇത് സ്വീകരിച്ചാലും. പത്മപ്രിയെ, പരുത്തിയും പട്ടുനൂലും ചേർന്ന ഈ വസ്ത്രങ്ങൾ സ്വീകരിച്ചാലും. കൃഷ്ണപ്രിയെ, സാമ്പ്രാണി, അകിലി, ചന്ദനം എന്നിവ ചേർത്ത ധൂപം ഇതാ സമർപ്പിക്കുന്നു, സ്വീകരിക്കൂ. സുഗന്ധിയായ ചന്ദനം സമർപ്പിക്കുന്നു. ജഗത്തിന്റെ ഇരുട്ടകറ്റുന്ന ഈ ദീപം സ്വീകരിച്ചാലും എന്നൊക്കെ ദേവന്മാർ പറയുകയാണ്. ദേവി, അരിയും ശർക്കരയും നെയ്യും ചേർത്തുണ്ടാക്കിയ പായസം സ്വീകരിച്ചാലും. നാനാതരത്തിലുള്ള പഴങ്ങളും സുരഭിയിൽ നിന്ന് കറന്നെടുത്ത നറുംപാലും ഇതാ നിവേദിക്കുന്നു. തീയിൽ വേവിച്ച അന്നം സമർപ്പിക്കുന്നു. ഭക്തിയോടെ നിവേദിക്കുന്ന നൈവേദ്യം സ്വീകരിച്ചാലും. സുഖദായിനിയായ കാറ്റേൽക്കാൻ പറ്റിയ ആലവട്ടവും വെഞ്ചാമരവും സ്വീകരിച്ചാലും. സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത താമ്പൂലം സ്വീകരിച്ചാലും. അമ്മേ മഹാലക്ഷ്മി, പാടാത്ത പൂക്കളെ കൊണ്ടുണ്ടാക്കിയ വൈജയന്തിമാല സ്വീകരിച്ചാലും. വിലപിടിച്ച രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിശിഷ്ടമായ തൽപ്പം സ്വീകരിച്ചാലും. ദിവ്യമായ അലങ്കാരങ്ങളെല്ലാം സ്വീകരിച്ചാലും. ഓരോന്നെടുത്തിട്ട് അർപ്പിക്കുമ്പോൾ സ്വീകരിച്ചാലും പ്രസാദിക്കണേ പ്രസാദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രകാരം ദേവേന്ദ്രൻ മൂലമന്ത്രത്തോടുകൂടി ഇവ ഓരോന്നും ലക്ഷ്മീദേവിക്ക് സമർപ്പിച്ചു. ബ്രഹ്മാവിൽ നിന്ന് ഉപദേശം ലഭിച്ച മൂലമന്ത്രം 10 ലക്ഷം ഒരു ദേവേന്ദ്രൻ ഉരുക്കഴിച്ച് മന്ത്രസിദ്ധി കൈവരുത്തി. ഇതാണ് മന്ത്രം. ശ്രീം ഹ്രീം ക്ലീം ഐം കമലവാസിന്യൈ നമഃ. ഈ മന്ത്രം വേദപ്രസിദ്ധമാണ്. കുബേരൻ ഈ മന്ത്രം ജപിച്ചാണ് സർവ്വ ഐശ്വര്യങ്ങളും നേടിയത്. ദക്ഷൻ, ധ്രുവൻ, ഉത്താനപാദൻ, സാവർണിമനു, അങ്കളഭൂപൻ, കേദാര രാജാവ്, പ്രിയവ്രതൻ തുടങ്ങിയ രാജാക്കന്മാർ ഈ മന്ത്രം ജപിച്ച് ശ്രീലക്ഷ്മിയെ ആരാധിച്ച് സപ്തദ്വീപങ്ങൾക്കും അധിപന്മാരായി. പൂജ കഴിഞ്ഞപ്പോഴേക്കും രത്നഖചിതമായ വിമാനത്തിൽ വരം തരാൻ ഒരുങ്ങിയിരിക്കുന്ന ദേവിയെ ദേവേന്ദ്രനെ ദൃശ്യമായി കാണാൻ തുടങ്ങി.
ആ ദേവി ചന്ദനപ്പൂവിന്റെ നിറത്തോടു കൂടിയവളും ചമ്പകപ്പൂവിന്റെ നിറം രത്നാഭരണങ്ങൾ അണിഞ്ഞവളും ആയിരുന്നു. കോടി ചന്ദ്രന്മാർക്ക് സമമായ ശോഭയോടുകൂടി സുസ്മേരവദനയായി പ്രശോഭിക്കുന്ന ആ ജഗജ്ജനനിയെ കണ്ട് ഇന്ദ്രൻ ഹർഷപുളകിതഗാത്രനായി. ഇന്ദ്രന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. ബ്രഹ്മാവ് ഉപദേശിച്ച വേദത്തിൽ പറഞ്ഞ സ്തോത്രങ്ങളെ കൊണ്ട് ഇന്ദ്രൻ ലക്ഷ്മിയെ വാഴ്ത്തി സ്തുതിച്ചു. ദേവി നാരായണപ്രിയേ, മഹാലക്ഷ്മി, കൃഷ്ണപ്രാണാധിക പ്രിയേ, നമസ്കാരം. താമരയിതൾ പോലുള്ള കണ്ണുകളോട് കൂടിയവളും താമരക്ക് സമാനമായ മുഖത്തോടു കൂടിയവളും ആയ ചെന്താർമാനെ തൊഴ. സർവസമ്പൽസ്വരൂപിണി, സർവ ആരാധ്യേ, ഹരിഭക്തിപ്രദയെ തൊഴ. നമസ്കാരം. ഐശ്വര്യത്തിന്റെ അധിഷ്ഠാന ദേവതയെ കൈകൂപ്പി വണങ്ങുന്നു. വിഷ്ണുവല്ലഭയെ നമസ്കാരം. കൃഷ്ണവക്ഷസ്ഥലസ്ഥിതിയെ കൈതൊഴാം. വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മിയായും പാലാഴിയിൽ ലക്ഷ്മിയായും ഗൃഹത്തിൽ ഗൃഹലക്ഷ്മിയായും സ്വർഗത്തിൽ സ്വർഗലക്ഷ്മിയായും രാജഗൃഹത്തിൽ രാജലക്ഷ്മിയായും സാഗരത്തിൽ ജനിച്ച സുരഭിയായും യജ്ഞകാമിനിയായ ദക്ഷിണയായും ദേവമാതാവായ അതിഥിയായും കമലയായും വിരാജിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. അപ്രകാരമിരിക്കുന്ന മഹാലക്ഷ്മി കൈതൊഴാം. ദേവന്മാർക്ക് ഹവിസ് നൽകുമ്പോൾ നീ ഹവിസ്സായും പിതൃക്കൾക്ക് കവ്യം നൽകുമ്പോൾ നീ സ്വധയുമാകുന്നു. സത്വസ്വരൂപയും നാരായണ പരായണയുമായ ദേവി നമസ്കാരം. തത്വബോധവും ഹരിദാസ്യവും തരുന്ന പരമ്പൊരുളാണ് അവിടുന്ന്. നീ ഇല്ലാതായാൽ ജഗത്ത് ശൂന്യമാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾക്ക് നീ കാരണഭൂതയാണ്. അവിടുന്ന് ജഗജ്ജനനിയാണ്. എല്ലാ ഐശ്വര്യങ്ങളും തന്ന് എന്നെ അനുഗ്രഹിച്ചാലും അമ്മേ. എല്ലാ ദേവന്മാരോടും കൂടി ദേവൻ വീണ്ടും വീണ്ടും തൊഴുത് നമസ്കരിച്ച് വീണ്ടും പറഞ്ഞു, ദേവി, ശത്രുക്കൾ കൈയടക്കി എൻ്റെ രാജ്യം എനിക്ക് തന്നാലും. ജ്ഞാനവും ഒരു ആവശ്യത്തിനാണ് ഇത്രയധികം വർണ്ണിക്കുന്നത് ഇയാള്. ധർമ്മവും സർവ്വ സൗഭാഗ്യങ്ങളും യുദ്ധത്തിൽ ജയവും എനിക്ക് തന്നാലും. ഇത്രയും പറഞ്ഞ് ഇന്ദ്രൻ വീണ്ടും ദേവിയെ നമസ്കരിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ശേഷനും ധർമ്മദേവനും തുടങ്ങി എല്ലാവരും ദേവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലക്ഷ്മി ദേവി ദേവന്മാർക്ക് വരവും നൽകി മനോഹരമായ ഒരു പൂമാല ആ സദസ്സിൽ വെച്ച് വിഷ്ണുവിന് നൽകുകയും ചെയ്തു. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി. ലക്ഷ്മി ശ്രീഹരിയുടെ സ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്തു. മഹാപുണ്യത്തെ പ്രദാനം ചെയ്യുന്ന ഈ സ്തോത്രം നിത്യവും ജപിക്കുന്നവൻ കുബേരന് തുല്യനായും രാജാധിരാജനായും ഭവിക്കും. 5 ലക്ഷം ഒരു ജപിക്കുന്ന ഉപാസകന്മാർക്ക് ഈ സ്തോത്രം സിദ്ധമായും തീരും. സിദ്ധമായ ഈ സ്തോത്രം 1 മാസം ജപിച്ചാൽ അവൻ മഹാസുഖിയായി തീരുമെന്നതിന് സംശയമില്ല. ഇങ്ങനെയൊരു ഗുണപാഠ കഥയോടുകൂടിയാണ് ലക്ഷ്മി ധ്യാനസ്തോത്രാദി കഥനം എന്ന 42-ാം അധ്യായം ഭഗവത്പാദങ്ങളെ സമർപ്പിക്കുന്നത്. നമ്മൾ ഇനി സ്വാഹ ശക്തി ഉപാഖ്യാനം. സ്വാഹ. ഈ ശ്രീനാരായണ മഹർഷി ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ, അപ്പം ശ്രീനാരായണ മഹർഷി പറഞ്ഞുകൊണ്ട് മിരിക്കും. അങ്ങനെയാണ് ഓരോരോ കഥകളും വരുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങൾ സമർപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.